സ്വന്തം മകളെ പിച്ചിച്ചീന്തിയ പ്രതിയെ കൊന്നയാൾ നിയമത്തിനും നീതിക്കുമിടയിൽ കേരളം ചർച്ച ചെയ്ത പേര് കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണൻ. ഒടുവിൽ 75-ാം വയസ്സിൽ മകളുടെ ഓർമ്മകളും പേറി ആ അച്ഛൻ വിടവാങ്ങി. വാർദ്ധക്യ സഹജമായ രോഗം മൂലമായിരുന്നു ശങ്കരനാരായണന്റെ അന്ത്യം. കൃഷ്ണപ്രിയയുടെ അച്ഛൻ എന്ന ഒറ്റ വിശേഷണം കൊണ്ട് തന്നെ കേരളമാകെ ഓർക്കുന്ന വ്യക്തിയായിരുന്നു മലപ്പുറം മഞ്ചേരി ചാരങ്കാവ് ചേണോട്ടുകുന്നിൽ പൂവഞ്ചേരി തെക്കേ വീട്ടിൽ ശങ്കരനാരായണൻ. 2001 ഫെബ്രുവരി 9. ആ ദിവസം മലയാളികളത്ര പെട്ടെന്നൊന്നും മറക്കാൻ വഴിയില്ല. മഞ്ചേരി എളങ്കൂരിൽ 7-ാം ക്ലാസ്സുകാരി കൃഷ്ണപ്രിയ അതിക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ദിവസം. സ്വന്തം മകളുടെ ഘാതകനെ വിധിക്ക് വിട്ടുകൊടുക്കാതെ ഒറ്റ വെടിയുണ്ടയിൽ അവസാനിപ്പിച്ച അച്ഛനെ മലയാളികൾ ഏറെക്കാലം ചർച്ച ചെയ്തു. 2001 ഫെബ്രുവരി 9 കേരളത്തെ ഞെട്ടിച്ച ആ വാർത്ത പുറത്തുവരുന്നത്. മഞ്ചേരി എളങ്കൂരിൽ 7-ാം ക്ലാസ്സുകാരിയായ കൃഷ്ണപ്രിയ സ്കൂൾ വിട്ടു വരുന്ന സമയം. അന്നവൾക്ക് പ്രായം വെറും 13 മാത്രം. അയൽവാസിയായ എളങ്കൂർ ചാരങ്കാവ് കുന്നുമ്മൽ മുഹമ്മദ് കോയ ബലാത്സംഗം ചെയ്ത ശേഷം കൃഷ്ണപ്രിയയെ ക്രൂരമായി കൊലപ്പെടുത്തി. അക്കാലത്ത് കേരളക്കരയെ പിടിച്ചുകുലുക്കിയ സംഭവമായിരുന്നു കൃഷ്ണപ്രിയ വധക്കേസ്. കേസിൽ പ്രതിയെ പോലീസ് വൈകാതെ തന്നെ അറസ്റ്റ് ചെയ്തു. തെളിവുകൾ നിരത്തി പ്രതിയെ കോടതി ശിക്ഷിക്കുകയും ചെയ്തു. അവിടം കൊണ്ടൊന്നും കഴിഞ്ഞില്ല. തന്റെ മകളെ പിച്ചി ചീന്തിയവനോടുള്ള അടങ്ങാത്ത പക. 2002 ജൂലൈ 27 ജാമ്യത്തിലിറങ്ങിയ പ്രതി എളങ്കൂർ ചാരങ്കാവ് കുന്നുമ്മൽ മുഹമ്മദ് കോയയെ കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണൻ വെടിവെച്ച് കൊലപ്പെടുത്തുന്നു. പിന്നാലെ ഇയാൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങുകയായിരുന്നു. മഞ്ചേരി സെഷൻസ് കോടതി ശങ്കരനാരായണനെയും സഹായികളായ മറ്റു 2 പേരെയും ജീവപര്യന്തത്തിന് ശിക്ഷിക്കുന്നു. എന്നാൽ പിന്നീട് 2006 മെയ് മാസം തെളിവുകളുടെ അഭാവത്തിൽ ശങ്കരനാരായണനെ ഹൈക്കോടതി വെറുതെ വിടുകയായിരുന്നു. മൃതശരീരം വീണ്ടെടുക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും ക്രിമിനൽ സ്വഭാവമുള്ള പ്രതിക്ക് മറ്റു ശത്രുക്കളും ഉണ്ടാകുമെന്നും കാണിച്ചാണ് കോടതിയെന്ന് ശങ്കരനാരായണനെ വെറുതെ വിട്ടത്.